321 നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാം എൻ്ററായി, നമ്മുടെ സെറ്റിങ്ങിൽ എൻ്ററായി. ഇനി നമുക്ക് ഓരോന്ന് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. റെഫ്രിജറേഷൻ്റെ പ്രോബിൻ്റെ DAS എന്താണെന്ന് നോക്കണം, ഡീഫ്രോസ്റ്റിങ്, ഫാന്, നമുക്ക് എല്ലാ സെറ്റിങ്ങുകളും ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഡീഫ്രോസ്റ്റൊക്കെ എത്ര മണിക്കൂറായിട്ടിരിക്കുന്നതെന്നൊക്കെ അത് പറഞ്ഞുതരാം. ഇനി നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് INF. നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ് 2 ടെമ്പറേച്ചർ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. നമ്മൾ INF ഓപ്പൺ ചെയ്യാം. ഇത് ഇൻഫോർമേഷനാണ്. DP1 എന്ന് വെച്ചാൽ പ്രോബ് 1 -17, DP2 -24.5. അതെന്തോ DP പ്രോബ് നമ്പർ 2 കോയിൽ പ്രോബ്. ഈ 2 പ്രോബ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇങ്ങനെ മാത്രമേ നമുക്ക് പ്രോബ് ടെമ്പറേച്ചർ കാണാൻ പറ്റുള്ളൂ. സെറ്റിംഗ് പാസ്വേഡ് അടിച്ചതിൻ്റെ അത് കയറിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അത്യാവശ്യമുള്ള സംഭവമാണ്. നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് ഐസ് ബിൽഡപ്പ് ആണോ എന്നൊക്കെ. ഈ രണ്ട് കോയിലിൻ്റെയും പ്രോബ് ഇല്ല, കോയിൽ സെൻസർ ഉള്ളത് ഈ സൈഡിനകത്തെ കോയിൽ, ഈ കംപ്രസറിലാണ്. നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ വരുന്നത് നമ്മുടെ ഡീഫ്രോസ്റ്റിങ് നമ്മൾ പോകണം. നമ്മൾ ബാക്ക് വന്നു, ഡീഫ്രോസ്റ്റിങ് പോവാണ്. ഡീഫ്രോസ്റ്റിങ് എൻ്റർ ചെയ്തു. EDF അത് നമുക്ക് ഫോർ ഗ്യാസ് ആണ്. TDF DFP NP. ഇത് പ്രോബിൽ ഡീഫ്രോസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. നമുക്ക് ഈ മുമ്പ് പ്രശ്നം വന്നിട്ട് DTE 18. ഇത് ഡീഫ്രോസ്റ്റ് സ്റ്റോപ്പ് ടെമ്പറേച്ചർ സ്റ്റോപ്പാണ്. ഡീഫ്രോസ്റ്റ് 18 വന്നു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് അതിനകത്ത് പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മൾ പ്രോബിലല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നമുക്ക് ഫങ്ഷനൊന്നുമില്ല. DTS അപ്പോൾ ഇതാണ് പ്രോബിലല്ലാതെ ഇപ്പോൾ ടൈമിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ടൈമിങ്ങിലാണ്. ഇതാണ് നമ്മുടെ ടൈം. 8 മിനിറ്റാണ് നമ്മൾ ഡീഫ്രോസ്റ്റിംഗ് ടൈമിങ്. ഡീഫ്രോസ്റ്റ് നടക്കാം. ഒരെണ്ണം പോകുമ്പോൾ രണ്ടും പോകും. ഒരുമിച്ച് പോകും. 8 മിനിറ്റ് ആയിരിക്കും ഡീഫ്രോസ്റ്റ് ഉണ്ടാവുക. സാധാരണ രീതിയിൽ 9 രൂപയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ഇവരിവിടെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഐസ് വരുന്നത് പറഞ്ഞുകൊണ്ട് ഞാനത് ഇന്ന് രാവിലെ 8 ആക്കി കൊടുത്തതാണ്. IDF എന്ന് വെച്ചാൽ എത്ര മണിക്കൂറിലാണ്. നമുക്ക് 6 മണിക്കൂറിൽ ഡീഫ്രോസ്റ്റിംഗ്, 6 മണിക്കൂറിൽ NDS 0 USD. DFT എന്ന് വെച്ചാൽ ഡീഫ്രോസ്റ്റ് എന്താ കാണിക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് ഇത്രയാണ് നമുക്ക് ഡീഫ്രോസ്റ്റിന് നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി എല്ലാം കമ്പനി സെറ്റിലാണ്. ഇതല്ലേ അല്ല പാസ്വേഡ് കണ്ടോ, പാസ്വേഡ് അവിടെ പിടിച്ച് പ്രസ് ചെയ്ത് പിടിച്ചോ. ആ പ്രോഗ്രാമിൻ്റെ അല്ലേ. നമ്മുടെ പാസ്വേഡ് 321. താഴെ നിന്ന് മുകളിലേക്ക് വരിക്കും. പോട്ടെ, 321. വീണ്ടും പ്രോഗ്രാം പിടിച്ചോ. നമ്മൾ പ്രോഗ്രാമിൽ എൻ്ററായി. ഇനി നമ്മൾ റൈറ്റിലോട്ട് ഇതാക്കും. ഡീഫ്രോസ്റ്റിലല്ലേ അങ്ങോട്ടല്ലേ? പ്രോബിൻ്റെ കാണുന്നുണ്ടെങ്കിൽ ഇടത്തോട്ടാക്കണം. നമുക്ക് ഡീഫ്രോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ വലത്തോട്ടാക്കണം. വലത്തുനിന്ന് ഇടത്തോട്ട്. പ്രോബ് DIS DEF വരും. ഫാന് ഡീഫ്രോസ്റ്റ് വന്നില്ലല്ലോ. തിരിച്ചു വയ്ക്കേ. അത് 2 എണ്ണം ഒരുമിച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒന്നുകൂടെ അത് ആ പ്രസ് ചെയ്ത സമയത്ത് 2 എണ്ണം ഒരുമിച്ച് കയറിപ്പോയി. EDF ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കി, അപ്പോൾ നമുക്ക് വാല്യൂ കാണാം. കിട്ടോ. അടുത്ത നോക്കി എന്താണ്. നോ പ്രോബ്ലം.
9 ആക്കണം അല്ലേ? 8 എന്നുള്ളത് 9 ആക്കണം. ഞാൻ സേവ് ചെയ്യും. അപ്പോൾ അത് സേവായി. ഇനി നമുക്ക് ഫുള്ളായിട്ട് ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് വെച്ചോ. ഒന്നുകൂടെ പിടിച്ച് വെച്ചോ. ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. സെറ്റ് ഒന്നും പോയില്ല. തന്നെ പോകത്തില്ല ഓട്ടോമാറ്റിക്കലി. എന്നാലും നമ്മളെ